സിറിയയിൽ പ്രതീക്ഷകൾ വിടരുകയാണ്. പ്രത്യാശയുടെ കിരണങ്ങൾ പല കോണുകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. സിറിയയിലെ ജനങ്ങൾ സ്ഥിരതയും ശാന്തതയും ആസ്വദിക്കാൻ സമയമായി എന്ന് പറയുന്നു പുതിയ സർക്കാർ. പുതിയ സർക്കാരിൻ്റെ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ. ഡമാസ്കസിൽ ബഷീറിൻ്റെ അധ്യക്ഷതയിൽ പുതിയ സർക്കാരിലെ അംഗങ്ങളും അസദിൻ്റെ മുൻ മന്ത്രിസഭയിലെ അംഗങ്ങളും യോഗം ചേർന്നു. പോർട്ട്ഫോളിയോകളും സ്ഥാപനങ്ങളും കൈമാറുന്നതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു. ഒരാഴ്ചയ്ക്ക് മുമ്പ് വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളായ ഇഡ്ലിബിലും അലപ്പോയിലും HTS ആധിപത്യം പുലർത്തുന്ന പ്രദേശങ്ങൾക്കും പുറത്ത് മുഹമ്മദ് അൽ ബഷീറിനെ അധികം ആർക്കും അറിയില്ല. 2011 ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി പരിശീലനം നേടി പിന്നെ ഒരു ഗ്യാസ് പ്ലാന്റിൽ ജോലി ചെയ്തു. ജനുവരിയിൽ HTSൻ്റെ നിയന്ത്രണ മേഖലയിലുള്ള പ്രദേശത്ത് സ്ഥാപിച്ച സാൽവേഷൻ സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി ബഷീർ നിയമിതനായി. മന്ത്രാലയങ്ങൾ, പ്രാദേശിക വകുപ്പുകൾ, ജുഡീഷ്യൽ സംവിധാനങ്ങൾ, സുരക്ഷാ അധികാര കേന്ദ്രങ്ങൾ, അവയോടൊപ്പം ഇസ്ലാമിക നിയമങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു മതപരമായ കൗൺസിൽ, ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു ഭരണ സംവിധാനം അവിടെ പ്രവർത്തിച്ചു. അവിടെ ഏകദേശം 4 ദശലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു. അവരിൽ പലരും രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരായിരുന്നു. അവരാണ് ആ ഭരണത്തിന് കീഴിൽ അന്ന് ജീവിച്ചിരുന്നത്. അവരെയാണ് ബഷീർ നയിച്ചത്. മിന്നൽ ആക്രമണത്തിൻ്റെ തുടക്കത്തിൽ HTSഉം അതിൻ്റെ സഖ്യകക്ഷികളും ആദ്യം പിടിച്ചടക്കിയത് അലപ്പോ ആയിരുന്നു. അവിടെ ആദ്യം തന്നെ പൊതുസേവനങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഈ സാൽവേഷൻ ഗവൺമെൻറ് ചുവടുവെച്ചു. പ്രാദേശികമായി നൽകേണ്ട വൈദ്യുതി, ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ, അതൊക്കെ നന്നാക്കാൻ സാങ്കേതിക വിദഗ്ധർ രംഗത്തെത്തി. സുരക്ഷാ സേന തെരുവുകളിലൊക്കെ പെട്രോളിംഗ് നടത്തി. ആശുപത്രികളിൽ സന്നദ്ധ പ്രവർത്തകരെത്തി. ചാരിറ്റി സംഘടനകൾ ബ്രെഡുകൾ വിതരണം ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ പതുക്കെ ശാന്തതയിലേക്ക് നീക്കാൻ അവർ ശ്രമങ്ങൾ നടത്തി. 2 ദിവസത്തെ അടച്ചുപൂട്ടലിന് ശേഷം തലസ്ഥാനമായ ഡമാസ്കസിലും ജീവിതം സാധാരണഗതിയിലേക്ക് നീങ്ങുകയാണ്. സാധാരണ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മടങ്ങുന്നതായാണ് കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. തെരുവുകളിൽ നിരവധി കാൽനട യാത്രക്കാരെ കാണാൻ കഴിയും. കാറുകൾ കാണാൻ കഴിയും. കടകളും റെസ്റ്റോറൻറ്റുകളും തുറന്നിരിക്കുന്നു. അസദിൻ്റെ 24 വർഷത്തെ ഭരണത്തിൻ്റെ അവസാനം ജനങ്ങൾ ആഘോഷിച്ചു കഴിഞ്ഞു. നിരവധി വിമത പോരാളികൾ ആകാശത്തേക്ക് അപ്പോഴൊക്കെ വെടിയുതിർത്തു. ഇത് ആഘോഷത്തിൻ്റെ ഭാഗമായാണ്. സെൻട്രൽ ഉമയത്ത് സ്ക്വയറിന് ചുറ്റും അങ്ങനെ ആകാശത്തേക്ക് നിരവധി പേർ വെടിയുതിർക്കുകയും ആ ബുള്ളറ്റുകൾ താഴെ വീണപ്പോൾ അതിൻ്റെ കേസുകൾ തൂത്തുവാരിയെടുക്കാൻ കഴിയുന്നത് അത്രയും ആയിരുന്നു. അതേസമയം ന്യൂനപക്ഷങ്ങളെ ബഹുമാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നിലപാട് പുതിയ സർക്കാരിന് വേണമെന്ന ആവശ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ്. ആ നിലപാടുണ്ടെങ്കിൽ സിറിയൻ സർക്കാരിനെ വാഷിങ്ടൺ അംഗീകരിക്കുമെന്നും പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞു. സമാധാനപരമായ പരിവർത്തനമാണ് അവിടെ വേണ്ടത് എന്ന് എല്ലാവരും പറയുന്നു. അതിനെ തടയാൻ ഒരു ശക്തിയെയും അനുവദിച്ചുകൂടാ എന്ന് UN പ്രത്യേക ദൂതൻ വ്യക്തമാക്കി കഴിഞ്ഞു. സമാധാനപരമായ അധികാരമാറ്റത്തെ തടയരുതെന്ന് സിറിയയിലെ പ്രത്യേക ദൂതൻ ഗീർ പെഡേഴ്സൺ ആവശ്യപ്പെടുന്നു. സിറിയ ഇപ്പോൾ ഒരു വലിയ വഴിത്തിരിവിലാണ്. ഗുരുതരമായ അപകട സാധ്യതകളുണ്ട്. ഞങ്ങൾ രണ്ടും നോക്കിക്കാണുന്നു എന്ന് അദ്ദേഹം പറയുന്നു. സിറിയയിലെ UN പ്രത്യേക പ്രതിനിധി കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. തീർച്ചയായും HTS ഇപ്പോൾ ഡമാസ്കസ് നിയന്ത്രിക്കുന്ന ഒരു പ്രബല ഗ്രൂപ്പാണ്. പക്ഷേ അവിടെ സായുധരായി അവർ മാത്രമേ ഉള്ളൂ എന്നാരും തെറ്റിദ്ധരിക്കരുത് എന്നുകൂടി ഐക്യരാഷ്ട്രസഭ ഓർമ്മിപ്പിക്കുന്നു. അസദ് ഭരണത്തിൻ്റെ അവസാനത്തെ തുടർന്ന് തലസ്ഥാനത്തെ തെരുവുകളിൽ ആഹ്ലാദകരമായ രംഗങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ അതിനിടയിൽ കവർച്ചകൾ നടന്നു. പൊതുകെട്ടിടങ്ങളിലേക്കും സ്വകാര്യ ഭവനങ്ങളിലേക്കും അതിക്രമിച്ച് ചിലരൊക്കെ കടന്നു. പക്ഷേ അതൊക്കെ അവസാനിച്ചിരിക്കുന്നു. അവസാനിച്ചത് നല്ല കാര്യമെന്ന് ജനീവയിൽ മാധ്യമപ്രവർത്തകരോട് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ദൂതൻ പറയുന്നു. ഡമാസ്കസിനിപ്പുറം സ്ഥിതിഗതികൾ അത്ര ഉറപ്പുള്ളതല്ല. സിറിയയുടെ കഴിഞ്ഞ 13 വർഷത്തെ കാലം യുദ്ധത്തിൻ്റെതാണ്. യുദ്ധത്തിൻ്റെ പാരമ്പര്യമാണ് ആ നാടിന് പറയാനുള്ളത്. സമാധാനത്തിനായുള്ള UN നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ
പല ഘട്ടങ്ങളിലും തടസ്സപ്പെട്ടു. വടക്ക് കിഴക്കൻ മേഖലയിൽ സംഘർഷം പക്ഷേ ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. സിറിയൻ ആർമിയും പ്രതിപക്ഷ ഗ്രൂപ്പുകളും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് അതായത് അവരൊക്കെ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ ശാന്തത പാലിക്കാൻ UN പ്രത്യേക പ്രതിനിധി ആവശ്യപ്പെടുന്നുണ്ട്. സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ ഭീകര സംഘടനയുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് US-ഉം UK-യും. അതിനിടയിൽ മറ്റൊരു വലിയ വിഷയം ഈ ഗോലൻ കുന്നുകളെ സംബന്ധിച്ചാണ്. അവിടെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ നടത്തുന്നുണ്ട്, സിറിയക്കുള്ളിലേക്ക് ബോംബാക്രമണം നടത്തുന്നുണ്ട്. അതൊക്കെ ഐക്യരാഷ്ട്രസഭ വിമർശിക്കുന്നുണ്ട്. അത് നിർത്തണം എന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെടുന്നു. 1974 ഉണ്ടാക്കിയ ഒരു കരാറിൻ്റെ ലംഘനമാണ് അവിടെ നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം സിറിയയിലെ പുതിയ ഭരണകൂടത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി. ഇറാനെയോ ഹിസ്ബുള്ളയെയോ സഹായിക്കരുത് എന്ന് ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. സഹായം നൽകിയാൽ ഇസ്രായേൽ ശക്തമായി പ്രതികരിക്കും. സിറിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ വ്യോമാക്രമണം നെതന്യാഹു ന്യായീകരിച്ചു. സിറിയയിൽ പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ അവിടുന്ന് പൗരന്മാരെ ഒഴിപ്പിക്കുകയാണ്. 75 ഇന്ത്യക്കാരെ ലെബനനിലേക്കാണ് ആദ്യം മാറ്റിയത്. സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനെ തുടർന്ന് ഡമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികളാണ് അവിടുത്തെ ഓപ്പറേഷനുകൾ ഏകോപിപ്പിക്കുന്നത്. നിലവിൽ സൈനബിൽ നിന്ന് ഒഴിപ്പിച്ച 75 പേരിൽ 44 പേർ ജമ്മു കശ്മീരിൽ നിന്നുള്ള സാധാരണക്കാരാണ്. സുരക്ഷിതമായി ലെബനനിലേക്ക് എത്തിയവർക്ക് ലഭ്യമായ വിമാനങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് അവിടേക്ക് മാറ്റിയത്. സിറിയയിൽ ബാക്കിയുള്ള ഇന്ത്യൻ പൗരന്മാർ ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യ സംഭവവികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സിറിയയിൽ സമാധാനപരമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യ വാദിക്കുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഉയർന്നു വരുന്ന ഭീഷണികൾ തടയാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. സിറിയയിലെ പുതിയ ഭരണകൂടം ഇറാനെ സഹായിക്കുകയോ ഇറാന് ആയുധങ്ങൾ നൽകുകയോ ഹിസ്ബുള്ളയ്ക്ക് അതെന്തെങ്കിലും കൈമാറാൻ ശ്രമിക്കുകയോ ചെയ്താൽ ശക്തമായി പ്രതികരിക്കും എന്ന് അവർ പറയുന്നു. കനത്ത വില ഈടാക്കും എന്നാണ് നെതന്യാഹു ഓർമ്മപ്പെടുത്തുന്നത്. മുൻ ഭരണത്തിന് സംഭവിച്ചത് ഈ ഭരണത്തിനും സംഭവിക്കും എന്ന മുന്നറിയിപ്പുണ്ട്. അതേസമയം സിറിയയിൽ ഉടനീളമുള്ള സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നു എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ സിറിയൻ നാവികസേനയുടെ കപ്പലുകൾ തകർത്തു. ജിഹാദി തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാനാണ് ഈ പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് എന്ന് ഇസ്രായേൽ പറയുന്നു. വ്യോമാക്രമണം പല സൈനിക കേന്ദ്രങ്ങളെയും രാസായുധ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് എന്നാണ് അവരുടെ വാദം. 2ാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് വ്യോമസേന നാസികളെ സഹായിക്കാതിരിക്കാൻ വിഷി ഭരണകൂടത്തിൻ്റെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ആ കപ്പലുകളിൽ ബോംബിട്ടിരുന്നു. ഫ്രാൻസിലെ ഒരു പ്രദേശമാണ് ഈ വിഷി ഭരണകൂടം നിയന്ത്രിച്ചിരുന്നത്. അത് നാസികൾ അവിടം പിടിച്ചടക്കിയതിന് ശേഷമാണ് ഈ വിഷി ഭരണകൂടത്തിന് ഇത് ഏൽപ്പിച്ചത്. അപ്പോൾ അന്ന് 2ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്ത് നാസികളെ അവർ സഹായിക്കും എന്ന് മനസ്സിലാക്കി പലപ്പോഴും അവർക്ക് നേരെയുള്ളൊരു ആക്രമണം ബ്രിട്ടീഷ് സേന നടത്തിയിരുന്നു. അന്നത്തെ ആ സാഹചര്യത്തിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം തുടങ്ങുന്നത്. ഈ കപ്പലുകളിൽ അന്ന് ബോംബിട്ട അതേ മാതൃകയിൽ ഇന്ന് വ്യോമ ആക്രമണം നടത്തുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും സിറിയയിൽ സമാധാനത്തിനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നാണ് എല്ലാവരും കണക്കാക്കുന്നത്. അഭയാർത്ഥികളായി ആ നാട് വിട്ടുപോയ മനുഷ്യർക്ക് ഇനി തിരിച്ചു വരാൻ കഴിയുമോ? അങ്ങനെ വന്നാൽ അവർക്ക് അവരുടെ ജീവിതം പുതിയതായി ആരംഭിക്കാൻ കഴിയുമോ? അങ്ങനെ അവിടുത്തെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പട്ടിണിയും ഇല്ലാതാകുമോ? അങ്ങനെ 100,000 ചോദ്യങ്ങൾ അവിടെ ഉയരുകയാണ്. പ്രതീക്ഷകളും